ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഉപവാസം. എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്? ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ ഇടവിട്ടുള്ള ഉപവാസം. അതായത് എന്ത് ഭക്ഷണം കഴിക്കണം എന്നതിനേക്കാൾ പ്രാധാന്യം എപ്പോൾ കഴിക്കണം, ഏത് ടൈമിലാണ് കഴിക്കേണ്ടത് എന്നതിനാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ടൈമിൽ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ആക്റ്റീവ് ഫേസും ബാക്കി ടൈമിൽ നമ്മൾ ഒരു ഉപവാസം അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ഫേസുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നമ്മൾ ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു 8 മണിക്കൂറൊക്കെ ആക്കി കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ രാവിലെ ഒരു 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഒരു ടൈം, ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം എന്ത് ഫുഡ് കഴിക്കാം എന്നല്ല, നമ്മുടെ ഒരു മിനിമം നമ്മൾ എന്നും കഴിക്കുന്ന ഒരു ഫുഡ് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിക്കാം. കണ്ടിന്യൂസ്ലി ഫുഡ് കഴിക്കുക എന്നല്ല, പകരം ഇപ്പോൾ 11 മണി മുതൽ 6 മണി വരെ ആ ഒരു പീരീഡിലാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. 11 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാക്കുക, വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി നിങ്ങളുടെ ഡിന്നറാക്കി സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി ടൈമിൽ, ബാക്കി ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന് പകരം വെള്ളം കുടിക്കാം, ചായ കാപ്പിയൊക്കെ കുടിക്കാം, മധുരമില്ലാതെ. അങ്ങനെ മധുരമായിട്ടുള്ള ജ്യൂസുകളോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. സാധാ വെള്ളം തന്നെ കുടിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആക്റ്റീവായിട്ടിരിക്കുന്നത്, അതായത് മെൻ്റലി ഫിസിക്കലി ഒക്കെ ആക്റ്റീവായിരിക്കുന്ന ഒരു പീരീഡിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ രാവിലെ 11 മണി മുതൽ ഒരു 6 മണി എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മളപ്പം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ഒക്കെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണെങ്കിൽ പോലും അപ്പം തന്നെ യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇനി അതിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റോർ ചെയ്താൽ പോലും ഫാസ്റ്റിംഗ് ടൈമിൽ ബേൺ ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ഒരു ടൈം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം തുടക്കക്കാരാകുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ കഴിക്കുക, ഇടയ്ക്കൊരു മീൽ ടൈം, ഡിന്നർ അങ്ങനെയൊക്കെ കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഈ പറയുന്നതെല്ലാം സ്കിപ്പ് ചെയ്ത് 11 മണിയിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പിലോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 മണിക്കൊക്കെ ആക്കുക നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് എൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 8 മണി, ആ ഒരു ഡ്യൂറേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ആ ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പ് കുറച്ചുകൊണ്ട് വരിക, ഫാസ്റ്റിംഗ് ടൈം കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനും പറ്റും. അതിൻ്റെ മറ്റു ഗുണങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടുകയും ചെയ്യും. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും ഒന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 16/8. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 16 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉപവസിക്കുക, 8 മണിക്കൂർ നിങ്ങൾ ആക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അതിൽ 5 ദിവസം നിങ്ങൾ ആക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുക, 2 ദിവസം ഫാസ്റ്റ് ചെയ്യുക. ഈ 2 ദിവസം എന്ന് പറയുന്നത് അടുപ്പിച്ചാവരുത്, ഇടവിട്ടുള്ള കുറച്ച് ഗ്യാപ്പ് ഇട്ടുള്ള 2 ദിവസം തിരഞ്ഞെടുക്കുക. ഒരു ഉദാഹരണം ഇവിടെയും പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഉദാഹരണത്തിന് തിങ്കളാഴ്ച രാത്രി ഡിന്നറോടുകൂടി ഫുഡ് സ്റ്റോപ്പ് ചെയ്തു. ഫാസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചൊവ്വാഴ്ച കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുക, ചൊവ്വാഴ്ച രാത്രി മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയില്ല. ദിവസവും ഒരു 1200 കലോറിയാണ് നിങ്ങൾ ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ ഒരു 600 കലോറിയിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിനിടയിൽ ധാരാളം വെള്ളവും കുടിക്കാം. ഇപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച ഫാസ്റ്റ് ചെയ്തു, ഉടനെ തന്നെ ബുധനാഴ്ച കൂടി ഫാസ്റ്റിംഗ് എടുക്കാതെ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഫാസ്റ്റിംഗ് ആവും. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അതായത് ഇടവിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം. ഇതാകുമ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നു, ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയാണ്. പക്ഷേ ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഹെൽത്തി ഒന്നുമല്ല. ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നം, സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ 16-8 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഈ പറഞ്ഞ ഒരു ടൈം, അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഈ ഒരു 11 മണി മുതൽ 6 മണി എന്നുള്ള ഒരു ടൈം പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കില്ല. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കുന്നവരായിരിക്കും. ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവർക്ക് വിശക്കാൻ തുടങ്ങും. അവർക്ക് ഒരു 11 മണി വരെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ടൈം, അവരുടെ ആ ഒരു എണീക്കുന്ന ടൈം അല്ലെങ്കിൽ അവർ എപ്പോഴാണ് കിടക്കുന്നത് ആ ഒരു ടൈമൊക്കെ വെച്ചിട്ട് അവർക്ക് ഷെഡ്യൂൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ 7 മണിക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അങ്ങനെ അവർ ആ ഒരു ആക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 3 മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ അവർ നേരത്തെ കിടന്നുറങ്ങുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കഴിച്ച ഫുഡ് കുറച്ചെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് പോകാനുള്ള സമയവും കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് എണീക്കുന്നതെങ്കിൽ നിങ്ങൾക്കതൊരു 10 മണി മുതൽ 6 മണി വരെ ഫുഡ് കഴിക്കുന്ന ടൈം ആക്കി എടുക്കാം. ഇനി ചില ആൾക്കാരാണെങ്കിൽ വളരെ ലേറ്റായിട്ട് എണീക്കുന്നവരായിരിക്കും. 11 മണിക്ക് 12 മണിക്കൊക്കെ എണീക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്നതാക്കാം. പക്ഷേ ഇതൊട്ടും ഹെൽത്തി അല്ല. കാരണം നമുക്കറിയാം
നമ്മൾ മലയാളികൾ പൊതുവേ ഫുഡ് അല്ലെങ്കിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വളരെയധികം കൂടുന്നത്. നമ്മൾ മാക്സിമം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അത്യാവശ്യമൊക്കെ കഴിക്കും. വൈകുന്നേരം വരുമ്പോൾ ഒരു ചായയിൽ തുടങ്ങി ഡിന്നർ വരെ ഭയങ്കര ഹെവി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കും. ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുടവയറും അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രാജാവിനെ പോലെ കഴിക്കുക. ഫുഡ് ഇങ്ങനെ കുറച്ചുകൊണ്ടാണ് വരേണ്ടത്. നമ്മൾ നേരെ തിരിച്ചാണ് കഴിക്കുക. രാവിലെ കുറച്ച് കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് കുറച്ചും കൂടി കൂട്ടും, രാത്രി കൂടുതൽ കഴിക്കും. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് തൊട്ടിട്ട് രാത്രി വരെയാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. പക്ഷേ വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് ഒരു കൃത്യമായ റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. അതുമല്ല അത് അത്ര ഹെൽത്തി ആയിട്ട് ഞാൻ പറയുന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 10 മണിയിലോ 11 മണിയിലോ സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഹൈ കലോറി ഫുഡുകളൊന്നും അങ്ങനെ കഴിക്കുന്നുണ്ടാവില്ല. എപ്പോഴും എല്ലാ ഫുഡും നമുക്ക് കഴിക്കാവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സമയമാണല്ലോ പ്രധാനം. പക്ഷേ എല്ലാ ഫുഡും വലിച്ചു വാരി കഴിക്കരുത്. ഒരു നിയന്ത്രണം ഫുഡിൽ വേണം. ഫുഡിന് നിയന്ത്രിക്കുന്നതിനോടൊപ്പം കൃത്യമായൊരു ടൈമും ഉണ്ട്. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ലഭിക്കുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. പക്ഷേ ഒരു വെയിറ്റ് കുറയ്ക്കുന്നതിലും അപ്പുറം ഒരുപാട് ഗുണങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കോശങ്ങളിലൊക്കെ ദിവസവും പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുക. നമ്മൾ ജനിച്ച് നമ്മളൊരു ഭ്രൂണമായിരിക്കുന്ന സമയം തൊട്ട് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ മരണം വരെ ഈ കോശങ്ങളിൽ ഇങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഫുഡ് കൺട്രോളും അല്ലെങ്കിൽ ആ ഒരു കൃത്യമായൊരു പാറ്റേൺ ഉണ്ടാകുമ്പോൾ ഈ കോശങ്ങൾക്ക് ചെറിയൊരു റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു റെസ്റ്റ് കോശങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ചെറിയ പരുക്കുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിപ്പയർ ആവുന്ന ടൈമാണ് ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഈ കോശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം പുറന്തള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ധാരാളം വെള്ളം കൂടി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കുടിക്കണം എന്ന് പറയുന്നതിന് ഒരു കാരണം ഇത് തന്നെയാണ്. കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് ഇതൊക്കെ പുറത്തേക്ക് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളണമെങ്കിൽ നമ്മൾ കൃത്യമായ വെള്ളം കുടിക്കണം. അപ്പം നമ്മുടെ ശരീരത്തിൽ പല രോഗാണുക്കൾ കയറി, ബാക്ടീരിയ വൈറസൊക്കെ കയറി ചെറിയ കോശങ്ങൾക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പം ഈ കോശങ്ങളൊക്കെ അവിടെ റിപ്പയർ ചെയ്യാതെ കിടക്കുകയായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നു, നമ്മളിങ്ങനെ നമ്മുടെ കോശങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ ഒരു ടൈം, ഈ ഒരു ഫാസ്റ്റിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് ഈ കോശങ്ങൾ, ഇത് ഓട്ടോഫാജി എന്ന് പറയും, അതായത് ഈ ഒരു റിപ്പയർ വന്ന കോശങ്ങളൊക്കെ ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ലെവലൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഹോർമോൺസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇൻസുലിൻ്റെ ലെവൽ വളരെ പ്രധാനമാണ്. ഇൻസുലിൻ്റെ ലെവൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ആ ഇൻസുലിൻ ലെവൽ കുറയ്ക്കുകയും അതുവഴി നമുക്ക് പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കുന്നു, പ്രമേഹമുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇൻസുലിൻ ശരീരത്തിൽ കുറയുമ്പോൾ തന്നെ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. ഫാറ്റ് മെറ്റബോളിസം ആക്റ്റീവ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ ഉരുക്കി പോകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് ഇടയിൽ കാണുന്ന ഫാറ്റാണ്. അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, നമ്മുടെ ത്വക്കിൻ്റെ താഴെ കാണുന്ന ഈ ഫാറ്റൊക്കെ അമിതമായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ബേൺ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതുവഴി നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയുന്നുണ്ട്, പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കൂട്ടും. ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കൂട്ടുന്നത് വഴി നമ്മുടെ മസിൽസൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കും, അല്ലെങ്കിൽ മസിലിന് ഒരു വെയിറ്റ് ഗെയിൻ കാണും. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ അമിതമായി കിടക്കുന്ന ഈ ഫാറ്റ് ബേൺ ചെയ്തിട്ടാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ ലെവലും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നാലാമതായിട്ടൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു ജീൻ, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ആ രോഗങ്ങൾ വരാനുള്ള ജീൻസൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നിരിക്കും. ഈ ജീൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാതെ അതൊന്ന് ഇനാക്റ്റീവായി പോകാൻ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ LDLൻ്റെ ലെവലും ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കുറയ്ക്കാനും HDLൻ്റെ ലെവൽ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. തലച്ചോറിൻ്റെയൊക്കെ സ്ട്രെസ്സ് കുറയാൻ വേണ്ടി നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് അൾസിമേഷ്യസ് പോലെയുള്ള ഡിസീസ് അതൊക്കെ നമുക്ക് തടയുന്നതായിട്ട് കാണുന്നുണ്ട്.
നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ശരീരം ഒരു ആക്റ്റീവ് ഫേസിലോട്ട് വരും. നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ മറ്റ് ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും പ്രധാനം ടൈമിങ്ങിലാണെങ്കിലും നമ്മൾ എക്സസ് ആയിട്ടുള്ള എനർജി കിട്ടുന്ന അല്ലെങ്കിൽ ഹൈ കലോറി ഫുഡ്സൊക്കെ ഒഴിവാക്കണം. ഒരുപാട് വറുത്തതും പൊരിച്ചതും ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളതും ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് അടങ്ങിയിട്ടുള്ള മധുര പലഹാരങ്ങൾ, പാനീയങ്ങൾ, ഇങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ബിവറേജസ്, മദ്യം, പുകവലി പോലെയുള്ള ശീലങ്ങളാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. കാരണം നമുക്കറിയാം, നമുക്ക് ധാരാളം വെള്ളം ആവശ്യമുള്ളൊരു സമയമാണ്. നമ്മൾ മദ്യപിക്കുന്ന ശീലം കൂടി അല്ലെങ്കിൽ ഒരുപാട് കഫീനോ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ആ ഡ്രിങ്ക്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വീണ്ടും ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളമെല്ലാം ഊറ്റിപ്പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കിട്ടത്തില്ല. അപ്പം ഇങ്ങനത്തെ ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ വൈകുന്നേരം പോയിട്ട് ഹൈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ശീലമാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി നമ്മുടെ നോർമലി നമ്മളെ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാം കഴിക്കാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അന്നജത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കറികൾ കൂടുതലായി കഴിക്കുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക. നമ്മൾ ജ്യൂസ് ആക്കി കഴിക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൈബേഴ്സ് ഒക്കെ ധാരാളം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ഔട്ട് എടുക്കണമെങ്കിൽ കൃത്യമായി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ഫൈബേഴ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ധാരാളം പച്ചക്കറികൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ നാടൻ പച്ചക്കറികളും നാടൻ പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഹൈ കലോറിയാണ് നമ്മുടെ ചക്കപ്പഴം അല്ലെങ്കിൽ മാമ്പഴത്തിനൊക്കെ ഉള്ളത്. അത് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക.